ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ 21 ഡേയ്സിൻ്റെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടെൻസ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ടെൻസിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വീണ്ടും ക്ലാസ് കാണണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആ ടോപ്പിക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണണമെന്നില്ല. അതിന് പകരം നിങ്ങൾ ഏതെങ്കിലും PYQ ബുക്ക് എടുത്തിട്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് നാളെ ഞാൻ അതിൻ്റെ മോക്ക് ടെസ്റ്റ് നടത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക, അല്ലാത്തവർ കാണണമെന്നില്ല കേട്ടോ. അപ്പം അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ചെറിയ വീഡിയോ നമ്മൾ ഓരോ വൊക്കാബ്സിൻ്റെ ചെറിയ വീഡിയോ ഡെയിലി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇഡിയംസ് ആണ് കേട്ടോ. ഇഡിയംസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒരു 12 ഇഡിയംസ് ആണ് നമ്മളിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഓഗസ്റ്റ് മാസം 2022 കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഇഡിയംസ് ആണ് കേട്ടോ. ആദ്യത്തെ എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു ഇഡിയം തന്നെയായിരിക്കും അല്ലേ. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആണ്. നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്നൊരു ബോൾട്ട് വീണെന്ന് വിചാരിക്കുക കേട്ടോ. നമ്മുടെ ബോൾട്ടൊക്കെ ഇല്ലേ, പെട്ടെന്നൊരു ബോൾട്ട് വീണെന്ന് വിചാരിക്കാം. ഓക്കെ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ. അടുത്തത് ഓൺ ദ ഇഷ്യൂ ഓഫ് മാരേജ് സരിത പുട്ട് ഹെർ ഫുഡ് ഡൗൺ. ഈ ഫുഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു ടെൽ സംതിങ് ഫോംലി. നമ്മൾ ഭയങ്കര ഫോമായിട്ടൊരു കാര്യം പറയാം, അതിനെയാണ് പറയുന്നത് ഫുഡ് ഡൗൺ കേട്ടോ. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യം ഭയങ്കര എന്താ പറയുക, ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ പറയുന്ന സമയത്ത് ഈ കാലൊക്കെ ഇങ്ങനെ പതുക്കെ നിലത്തിട്ട് ഇടിച്ചിട്ടൊക്കെ പറയാറില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഫുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു ടെൽ സംതിങ് ഫോംലി കേട്ടോ. അടുത്തത് ടു ടേക്ക് സമ്മൺ ഫോർ എ റൈഡ്. ടു ടേക്ക് സമ്മൺ ഫോർ എ റൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ചീറ്റ് സമ്മൺ ആണ്. ആരെങ്കിലുമൊക്കെ പറ്റിക്കുക, കബളിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ടു ടേക്ക് സമ്മൺ ഫോർ എ റൈഡ്. നമ്മളൊരാളെ റൈഡിനൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചു എന്ന് ആലോചിച്ചോളൂ കേട്ടോ. ടു ടേക്ക് സമ്മൺ ഫോർ എ റൈഡ് എന്ന് പറഞ്ഞാൽ ടു ചീറ്റ് സമ്മൺ ആണ്. അടുത്ത് നോക്കാം, പേ ത്രൂ ദ നോസ്. പേ ത്രൂ ദ നോസ് എന്ന് പറഞ്ഞാൽ ടു പേ ടു മച്ച് മണി ഫോർ സംതിങ്. നമ്മൾ ഒരുപാട് കാശ് ചിലവാക്കുക, ഒരുപാട് സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് പേ ത്രൂ ദ നോസ് കേട്ടോ. പേ ത്രൂ ദ നോസ് എന്താണ്? ടു പേ ടു മച്ച് മണി ഫോർ സംതിങ്. അടുത്തത് എ മാൻ ഓഫ് സ്ട്രോ. സ്ട്രോ വെച്ചിട്ടുള്ളൊരു മാൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡിനറി മാൻ ആണ്. നമ്മുടെ സ്ട്രോ എന്നൊക്കെ പറഞ്ഞാൽ ഓർഡിനറി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. എ മാൻ ഓഫ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ആൻ ഓർഡിനറി മാൻ. ബോൾട്ട് ഫ്രം ദ ബ്ലൂ, അൺഎക്സ്പെക്റ്റഡ്. പിന്നെന്താ? ഫൂട്ട് ഡൗൺ. അപ്പോൾ നമ്മൾ നിർബന്ധം പറയാണ് അല്ലേ, ഭയങ്കര ഫോമായിട്ട് പറയാണ്. ടു ടെൽ സംതിങ് ഫോംലി, ടു ടേക്ക് സമ്മൺ ഫോർ എ റൈഡ്, റൈഡിന് കൊണ്ടുവന്നിട്ട് പറ്റിച്ചു, ടു ചീറ്റ് സമ്മൺ. പേ ത്രൂ ദ നോസ്, നന്നായിട്ട് പേ ചെയ്യുക അല്ലേ, കാശ് ഒരുപാട് പേ ചെയ്യുക. മാൻ ഓഫ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ഓർഡിനറി മാൻ. എന്താണ്? ഓർഡിനറി മാൻ. അടുത്ത് നോക്കാം, ടു ബൈറ്റ് ദി ഡസ്റ്റ്. ടു ബൈറ്റ് ദി ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ബി ഡിഫീറ്റഡ്, തോൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ടു ബൈറ്റ് ദി ഡസ്റ്റ്. അപ്പോൾ നമ്മുടെ യോധ സിനിമേനകത്തുള്ള അപ്പുക്കുട്ടനെ നോക്കിയാൽ മതി കേട്ടോ. തോറ്റു കഴിയുമ്പോൾ തറയിൽ വീണിട്ട് ഡസ്റ്റ് എല്ലാം ബൈറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. സോ ഇറ്റ് ഇസ് ടു ബി ഡിഫീറ്റഡ്, തോൽവി സമ്മതിക്കുക അല്ലെങ്കിൽ തോക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ടു ടേക്ക് ഫ്രഞ്ച് ലീവ്. ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞാൽ പീരിയഡ് വെൻ യു ആർ ആബ്സെൻറ്റ് ഫ്രം വർക്ക് വിത്തൗട്ട് ആസ്കിങ് ഫോർ പെർമിഷൻ. അതായത് നമ്മൾ പെർമിഷൻ എടുക്കാണ്ട് ആബ്സെൻ്റ് ആവുക അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോരുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ടു ടേക്ക് ഫ്രഞ്ച് ലീവ് കേട്ടോ. ഫ്രഞ്ച് ലീവ്. അടുത്തത് ഡോഗ്സ് ബ്രേക്ക്ഫാസ്റ്റ് മീൻസ്. ഡോഗിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മെസ്സാണ്. അതായത് ഡോഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ ഫുൾ ഇങ്ങനെ അൺടൈഡി ആയിട്ട് അത്ര നീറ്റ് അല്ലാണ്ട് എന്നൊക്കെ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത് കേട്ടോ. കംപ്ലീറ്റ് മെസ്സാണ് കേട്ടോ. അടുത്തത് ടു റീഡ് ബിറ്റ്വീൻ ലൈൻസ്. ടു റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് ദി ഇന്നർ മീനിങ്. അതിൻ്റെ ഇന്നർ മീനിങ് മനസ്സിലാക്കിയെടുക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ടു റീഡ് ബിറ്റ്വീൻ ലൈൻസ് കേട്ടോ. ടു ബൈ ദി ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ബി ഡിഫീറ്റഡ്. ടു ടേക്ക് ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആബ്സെൻറ്റ് ഫ്രം വർക്ക് വിത്തൗട്ട് ആസ്കിങ് ഫോർ പെർമിഷൻ. ഡോഗ്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മെസ്സാണ്. ടു റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡിങ് ദ ഇന്നർ മീനിങ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം, ദ സ്റ്റുഡൻറ്റ് പാസ്ഡ് ഔട്ട് ഇൻ ദി ലാബ് ഡ്യൂറിങ് ദി പ്രാക്ടിക്കൽ എക്സാം. ഇതിനകത്ത് പാസ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പാസ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയിൻറ്റഡ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. തലയിറങ്ങി വീഴുക എന്നൊക്കെ ഒരു മീനിങ് ആണ് പാസ്ഡ് ഔട്ട്. അപ്പം ഒരു കുട്ടി ഇപ്പം പുറത്ത് പോയിട്ട് പാസ്സായി എന്ന് അറിഞ്ഞു എന്ന് വിചാരിച്ചു കേട്ടോ. ആ കുട്ടി ഒരിക്കലും വിചാരിക്കുന്നില്ല അത് പാസ്സാവുമെന്ന്. അത് പാസ്സായിന്ന് പുറത്ത് പോയിട്ട് അറിഞ്ഞു എന്ന് വിചാരിച്ചോ, അപ്പോൾ അത് തലയിറങ്ങി വീണു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പാസ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ടിൽ പോയിട്ട് പാസ്സായി എന്ന് പറഞ്ഞാൽ ഫെയിൻറ്റ് ചെയ്യുന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ, തലയിറങ്ങി വീഴുക. അടുത്ത സാലഡ് ഡേയ്സ് ആണ്. സാലഡ് ഡേയ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ്? ഇൻഎക്സ്പീരിയൻസ്ഡ്, യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് പീരീഡിനെയാണ് നമ്മൾ സാലഡ് ഡേയ്സ് എന്ന് പറയുക. നമ്മുടെ അഡോളസൻസ് പീരീഡ് ഒക്കെ ഇല്ലേ, അതിനെയാണ് നമ്മൾ സാലഡ് ഡേയ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ സാലഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര യങ് ആയിട്ടിരിക്കും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ യങ്ങും അതുപോലെ തന്നെ ഇൻഎക്സ്പീരിയൻസ്ഡ്, അഡോളസൻസ്, ഈ ഒരു മീനിങ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. അടുത്ത് നോക്കാം, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്സേർഡ് സ്റ്റോറിയാണ്. എബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൂളിഷ്, മണ്ടത്തരം അല്ല, ഇല്ലാത്ത കഥ. അപ്പം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് എബ്സേർഡ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസ്ട്രസ്, ഇതിനൊക്കെ ഒരേ മീനിങ് ആണ്, ഫൂളിഷ് അല്ലേ.
അപ്പോൾ മാത്സിനകത്തുള്ള സേർഡ്സ് ഇല്ലേ, സേർഡ്സ് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫൂളിഷ് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. സേർഡ്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 റൂട്ട് 3 ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഫൂളിഷ് ആണ് മണ്ടനാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്സേർഡിൻ്റെ മീനിങ് കൂടെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി മീൻസ് എപ്സേർഡ് സ്റ്റോറി. നമ്മൾ പണ്ട് കാലത്ത് ഈ ബാലരമയൊക്കെ വായിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു കോഴിയുണ്ട്, അതുപോലെ തന്നെ ഒരു ബുള്ളും ഉണ്ട്, ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഫൂളിഷ് ആയിട്ടുള്ള സ്റ്റോറി അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത് നോക്കാം, പുള്ള ലോങ് ഫേസ്. പുള്ള ലോങ് ഫേസ് എന്ന് പറഞ്ഞാൽ ലുക്ക് സാഡ് അല്ലെങ്കിൽ ടയേർഡ് ആണ് കേട്ടോ. ലുക്ക് സാഡ് അല്ലെങ്കിൽ ടയേർഡ്. അപ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെ കുറച്ച് ലോങ് ആയിട്ടൊക്കെ വരുന്ന എപ്പോഴായിരിക്കും, നമ്മൾ കുറച്ച് വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ടയേർഡ് ആകുമ്പോൾ ഈ ചബ്ബി ആയിട്ടുള്ള ഫേസൊക്കെ ഇങ്ങനെ ലോങ് ആയിട്ട് വരും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ, ടയേർഡ് ആകുമ്പോൾ. അപ്പോൾ ലുക്ക് സാഡും ടയേർഡും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ, പാസ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയിൻറ്റഡ്, പിന്നെ സാലഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ്, അഡോളസൻസ്, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എപ്സേർഡ് സ്റ്റോറി, പുള്ള ലോങ് ഫേസ് എന്ന് പറഞ്ഞാൽ ലുക്ക് സാഡ് ടയേർഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് സയൻസിൻ്റെ വീഡിയോസും കൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയിട്ടുള്ള സയൻസിലെ ടോപ്പിക് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ട് കൂടുതൽ ഏതൊക്കെയാണോ കമൻറ്റ്സ് വരുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ, നമുക്ക് നാളെ കാണാം.